പാതാരവിന്ദങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുന്നു. സമാധാന സ്വാമി ഇപ്പോൾ എത്തും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട ആത്മബന്ധുക്കൾ, ഒരു 5 മിനിറ്റ് കൊണ്ട് സ്വാമി എത്തും. അപ്പോൾ 5 മിനിറ്റ് ഞാൻ സംസാരിക്കാം. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ. നമുക്ക് ഒരുപാട് കാലമായി ഇത്രയധികം ആൾക്കാരെ നമ്മൾ പൗർണമിക്ക് പോലും കണ്ടിട്ടില്ല. ഇന്നത്തെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഗുരുവിൻ്റെ നാമത്തിൽ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാലയത്തിൻ്റെ കട്ടിലവെപ്പ് കർമ്മമാണ് നടന്നത്. അപ്പോൾ എന്നോട് ഒരാൾ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം, എന്താണ് പ്രാർത്ഥനാലയം എന്ന് പറയണം. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രാർത്ഥനാലയം, ഗുരുവിൻ്റെ പ്രാർത്ഥനാലയം എന്താണെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സ്വാമി വരുമ്പം പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു പ്രാവശ്യം തിരുവനന്തപുരാശ്രമത്തിൽ പോയപ്പോൾ അന്ന് മനീയത്ത് സ്വാമി ഇവിടെ വരുന്നതിന് മുമ്പാണ്. മനീഷ് സ്വാമിയായിട്ട് നമ്മൾ നേരത്തെ പരിചയമുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം മനീഷ് സ്വാമി. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മനീഷ് സ്വാമി എന്നോടൊരു കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം സ്വാമി ആരാധന ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനാലയത്തിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. 12 മണിയുടെ ആരാധനക്ക്. അന്ന് വെക്കേഷനോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഒന്നും ആയിരുന്നല്ലോ. അപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് ദീപം കൊടുക്കാൻ വേണ്ടി സ്വാമി ആരാധന ചെയ്ത് ദീപം എടുത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് പേരിങ്ങനെ നിൽക്കുന്നുണ്ട് 2 സൈഡിലായിട്ട്. പക്ഷെ സ്വാമി വളരെ പതുക്കെയാണ് നടക്കുന്നത്. അപ്പം ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ സ്വാമിയെ നോക്കാം. സ്വാമി എന്താ ഇങ്ങോട്ട് മുന്നോട്ട് വരാതെ, കാരണം ഒരാൾ ദീപം കൊടുത്തു, അയാൾ ദീപം സ്വീകരിച്ചു കഴിഞ്ഞ് മുന്നോട്ട് സ്വാമി നടക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ നടക്കുന്നു. അങ്ങനെ പതുക്കെ നടന്നു. അതുപോലെ അതിന് പ്രാർത്ഥനാലയത്തിൻ്റെ പുറത്ത്, നമ്മൾ പ്രാർത്ഥനാലയത്തിൻ്റെ അകത്തും പിന്നെ അതിന് പുറത്തും ഉണ്ടാവില്ല, കുറേ ആൾക്കാർ വരിയായി നിൽക്കും. അവിടെ എത്തിയപ്പോൾ സ്വാമി, അവിടെ ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷേ അവിടെ എത്തിയപ്പോൾ സ്വാമി പഴയതിനേക്കാൾ സ്ലോവായിട്ടാണ് നടക്കുന്നത്. അപ്പം ആൾക്കാർക്കൊക്കെ ഇത് സംശയം, എന്താണ് സ്വാമിക്കൊന്ന് വയ്യായ്കയുണ്ടോ എന്നൊക്കെ നോക്കി അവസാനം ഒരാൾ സ്വാമിയോട്, അത് കഴിഞ്ഞതിന് ശേഷം, ആരാധന കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ സ്വാമിയോട് ചോദിച്ചു, എന്താണ് സ്വാമി, അങ്ങനെ വയ്യായ്ക വല്ലതുണ്ടോ ആ സ്വാമി? അപ്പോൾ സ്വാമി പറഞ്ഞു, ഞാൻ ഈ ദീപമെടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാർ മാത്രമല്ല പ്രാർത്ഥനാലയത്തിലുള്ളത്. അവർക്ക് എല്ലാവർക്കും ദീപം തൊഴണം. അവരെല്ലാവരും ദീപം തൊഴുന്നവരെ ഞാൻ കാത്തു നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിൽ കുറേ പേർ പ്രാർത്ഥനാലയത്തിൻ്റെ പുറത്ത്, അതായത് നമ്മൾ നടക്കുന്ന വരിയിലെ അപ്പുറത്താണ് നിൽക്കുന്നത്. അതിനെയും കുറേ ദൂരെ കുറേ ആൾക്കാർ തൊഴുതുകൊണ്ട് നിൽക്കുന്നു. കുറേ ആൾക്കാർ ദീപത്തിന് വേണ്ടി അടികഴിയാണ്, ഗുരുവിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി. കുറേ ആൾക്കാർക്ക് ഗുരുവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാതെ ദൂരെ മാറി നിന്ന് തൊഴുന്നു. ഇങ്ങനെയുള്ള കാഴ്ചയാണ് സ്വാമി കണ്ടത്. സ്വാമി എന്നോട് പറഞ്ഞാണ്. അതിൽ പല തരത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും യോഗികളും ഋഷീശ്വരന്മാരും ഒക്കെയുണ്ട്. അപ്പോൾ നേരത്തെ നമ്മുടെ സൽപ്രിയം പറഞ്ഞതുപോലെ അതും എൻ്റെയും ഒരു അനുഭവമാണ്. ഇപ്പം ഈ പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകണം, ശരീരം വിട്ടു പോകും. ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ പ്രാവശ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, കുറേ ഭൂതഭേദ പിശാചുകളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അതിലെല്ലാവരും കേട്ടു എനിക്കറിയില്ല. അപ്പം അതിലെ എല്ലാ ജീവന്മാരും നമ്മുടെ ഗുരുവിൻ്റെ വിശ്വാസികളായിട്ടുള്ള, ഗുരുവിനെ അറിയുന്ന എല്ലാവരും എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ഗുരുവിനിപ്പം ഓർമ്മ ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓർമ്മ ടീച്ചറുടെ വീട്ടിലാണ് ആദ്യമായി ഗുരുപൂജ ചെയ്തത്. ഗുരുപൂജ ചെയ്തിട്ട് ഗുരു പറഞ്ഞത് അവരെ അവിടെയുള്ള മൂർത്തികളെ
പ്രാർത്ഥനാലയത്തേക്ക് കൊണ്ടുപോയി എന്നാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനാലയത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പം അവിടെ ഇരുത്തുമ്പോൾ അവിടെ യോഗ്യതപ്പെട്ടവർ ഉള്ളിൽ കയറാൻ പറ്റുന്നവരുണ്ടാവാം, ഉള്ളിൽ കയറാൻ പറ്റാതെ പുറത്ത് നിൽക്കുന്നവരുണ്ടാവാം, അതിലും ദൂരെ നിൽക്കുന്നവരുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരു നമ്മളുടെ ജീവിതത്തിന് ശേഷം, അല്ലെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിന് ശേഷം നമ്മൾ പോയി നിൽക്കേണ്ട സ്ഥലമാണ് പ്രാർത്ഥനാലയം. അത് എത്ര അറ്റം വരെ ഗുരുവിൻ്റെ ഓങ്കാരത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുമോ, അല്ല അതിൻ്റെ കുറച്ച് പുറകിലാണ് നിൽക്കുക, അതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. അല്ലേ ടീച്ചർ? നമ്മൾക്ക് ഗുരുവിനോട് എത്രമാത്രം അടുപ്പമുണ്ടോ, എത്രമാത്രം ഗുരു നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നോ, എത്രമാത്രം ഗുരുവിനോട് അടുത്ത് നിൽക്കുന്നോ, അത്രയും നമുക്ക് അടുത്ത് നിൽക്കാം. ശരീരം കൊണ്ട് നമ്മൾ ജീവിതത്തിൽ കർമ്മം ചെയ്ത ബാക്കി പത്രമായ നമ്മൾ ജീവനിലുള്ള നന്മ അനുസരിച്ച് നമുക്ക് ഗുരുവിൻ്റെ അടുത്തോ അകലെയോ നിൽക്കാം. അത്രമാത്രം ശിഷ്യഭൂതിയെ പോലെ അത്രമാത്രം അടുപ്പമുള്ളവരാണെങ്കിൽ ഗുരുവിൽ ലയിക്കാം. അപ്പം ആത്യന്തികമായി നമ്മളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ജന്മങ്ങളെല്ലാം ജനിച്ച് കഴിഞ്ഞ് 10 അവസ്ഥകളും കഴിഞ്ഞ് ഗുരുവിൽ ലയിക്കണം. ഇതാണ്. അപ്പോൾ ഈ കലിയുഗത്തിനെ പറ്റി ഗുരു പറയുന്നുണ്ട്. ഞാനിത് കണക്ക് പറഞ്ഞാൽ കുറച്ച് കൂടി പോകുമെന്ന് എനിക്കറിയില്ല. കലിയുഗത്തിൽ സ്വാമി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി ഞാൻ പെട്ടെന്ന് നിർത്താം. കലിയുഗത്തിൽ കലിയുഗത്തിന് ഗുരു പറയുന്നത് 4,32,000 വർഷം എന്നാണ്. കലിയുഗത്തിൻ്റെ ഇരട്ടിയാണ് ദ്വാപരം. അതിൻ്റെ കൂടെ ഒരു കലിയുഗം കൂടി കൂട്ടുമ്പോൾ പിന്നെ ത്രേതായുഗം, അതിൻ്റെ കൂടെ ഒരു കലിയുഗം കൂടി കൂട്ടുമ്പോൾ സത്യയുഗം. എങ്ങനെയാണ് കണക്ക്? ഇപ്പം എങ്ങനെ പറഞ്ഞാലും ഒരു ചതുർയുഗം എന്ന് പറയുന്ന സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഇങ്ങനെയാണ്. ഇത് ടോട്ടൽ എടുക്കുമ്പോൾ നമ്മൾ 10 കലിയുഗത്തിൻ്റെ വർഷമുണ്ട് എന്ന് പറഞ്ഞാൽ 4,32 ലക്ഷം വർഷങ്ങളായിരിക്കും. ഇപ്പോൾ ഗുരു പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ കലിയുഗത്തിലാണ് മനുഷ്യർക്ക് ദേവപദവിയും കടന്ന് മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുന്ന യുഗം കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ നമ്മൾ മോക്ഷം പ്രാപിക്കുന്നില്ല എങ്കിൽ പിന്നീട് അടുത്ത സത്യയുഗത്തിലോ ത്രേതായുഗത്തിലോ ദ്വാപരയുഗത്തിലോ നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുകയില്ല. അടുത്ത കലിയുഗം വരെ കാത്തു നിൽക്കേണ്ടി വരും. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എത്ര വർഷം നിങ്ങൾ ഊഹിച്ചു നോക്കുക. അത്രയും കോടിക്കണക്കിന് വർഷം നമ്മൾ നിൽക്കേണ്ട സ്ഥലമാണ് ഏത്? പ്രാർത്ഥനാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലിയുഗത്തിൽ തന്നെ നമ്മൾക്ക് ഇപ്പം നമ്മളിവിടെ മരിച്ചു പ്രാർത്ഥനാലയത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മക്കളും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് വിചാരിച്ച ഒരു നന്മ ഗുരുവിൽ നിന്ന് കിട്ടാതെയായി പോകും. അതുകൊണ്ടാണ് സ്വാമി എപ്പോഴും പറയുന്നത് നമ്മളെ കുട്ടികളെ ആ സമത്തിൽ അടുപ്പിച്ച് നിർത്താൻ കൊണ്ടുവരണമെന്നൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് അതിനെ ഒന്നും കൂടി ഡിവൈഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. നമ്മളെ ഈ ഗുരുപരമ്പരയിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇത് എടുക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ ഉയർന്ന അവസ്ഥയിലെത്തുകയും കുട്ടികൾ ആ ധർമ്മത്തിൽ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി ഗുരു സംസാരിച്ചിട്ടുണ്ട്. അത് ശരിയാണ് സ്വാമി, അതിനെപ്പറ്റി വിശദമായി പറയും. ഞാൻ എനിക്ക് അറിയുന്ന മാത്രം പറയാം. സ്വാമി സംസാരിക്കും. ഞാൻ പറയുന്നത് ഗുരു പറഞ്ഞിരിക്കുന്ന ഗുരുവാണികളിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ജീവൻ, ഇപ്പം എന്നോട് പറഞ്ഞിരിക്കുന്ന എൻ്റെ അമ്മയെ പറ്റി പറഞ്ഞത്, അമ്മ ഒരു നല്ല അവസ്ഥയിൽ ഗുരുവിന് അമ്മയ്ക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അപ്പം അമ്മ പോയി നിൽക്കുന്ന ഒരു രാശിയുണ്ട്. ആ രാശിയിൽ നിന്നും അമ്മ വീണ്ടും നമ്മളുടെ കുടുംബത്തിൽ വന്ന് ജനിക്കണമെങ്കിൽ നമ്മൾ അവിടെ പോയി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഗുരുവിൻ്റെതായ രീതിയിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പം എൻ്റെ മക്കളുടെ മക്കളോ ആ രീതിയിൽ ജീവിക്കുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ജനിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അവർക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ അവർ നമ്മളെ ശപിക്കും, അല്ലെങ്കിൽ നമുക്ക് അവരെ ശപിക്കുകയെന്നല്ല ചെയ്യാം. മനസ്സിലായോ? നമുക്കിട്ട് 8 പണി തരും. ഈ ചില വീടുകളിലൊക്കെ അപമൃത്യു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അത് ഗുരു തന്നെ പറഞ്ഞില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അത് കോഴിക്കോട് ഞാൻ ഒരു 4-5 കുടുംബത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവർ വന്ന് നമ്മളോട് ഒന്ന് പറഞ്ഞിട്ട് ആ പീഠമൊക്കെ എടുത്തിട്ട് പോകണമെന്നൊക്കെയാണ് പറയുന്നത്. അച്ഛൻ വെച്ച പീഠം. പക്ഷെ അവർക്കറിയില്ല ഗുരു വന്നിരുന്നൊരു എന്തോ ആണ് അവർ അന്ന് ഗുരു ഈ വെള്ളയിൽ കടലോരത്ത് പോയ സമയത്ത് ഇരുന്നതായിരിക്കാം, അല്ലെങ്കിൽ കാല് വെച്ചതായിരിക്കാം. പക്ഷെ അടുത്ത തലമുറയ്ക്ക് അത് എടുക്കാൻ പറ്റാതെ ആയപ്പോൾ ആ കുടുംബത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മക്കൾ ഓരോന്ന് അപമൃത്യുമായി മരിക്കുക. അപ്പോൾ അവർ പണിക്കന്മാരുടെ അടുത്ത് പോയപ്പോഴാണ് അവർ പറഞ്ഞത്, ഇത് വ്യാഴമണ്ഡലത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഏതോ ഒരു ജീവനാണ്. ഇതിന് സാധാരണ രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മക്കൾ പറഞ്ഞാൽ കേൾക്കാതെ ആവുക, അമ്മയെ അച്ഛനെ ഇട്ടിട്ട് പോവുക, കുടുംബ ഈ ഗൃഹസ്ഥധർമ്മം തെറ്റിക്കുക. അപ്പം ഇത് അവിടെ വലിയൊരു ദോഷമായിട്ടാണ് അവർ നമ്മളോടൊന്ന് പറഞ്ഞത്. അവസാനം നമ്മുടെ ആശ്രമത്തിന് താഴെ വലിയൊരു ഇല്ലമുണ്ട്. ആ ഇല്ലത്ത് വന്നപ്പോൾ പോയി അവരാ പണിക്കർ ആ ഇല്ലത്തിലൊരു ജ്യോതിഷനാണ്, വലിയ ജ്യോതിഷനാണ്, നീലകണ്ഠൻ നമ്പൂരിപ്പാട്. അയാളാണ് പറഞ്ഞത് ഇത് ശാന്തിഗിരി പോയാലേ ശരിയാവുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത് സന്യാസിക്ക് അപകടമുണ്ടെന്നാണ് ഗുരു പറഞ്ഞത്. കുടുംബത്തിൽ നിന്ന് ഒരാൾ സന്യാസിയായി പോയിട്ട് ഇയാളെക്കുറിച്ച് അന്വേഷിക്കാതെ വിട്ടാൽ ഇതെവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് നമ്മളെ തരിപ്പണാക്കി കളയുന്നു. സൂക്ഷ്മത്തിൽ അച്ഛനും അമ്മയും മക്കളൊന്നുമില്ല, അവിടെ അട്ടി തന്നെ നമ്മൾ അല്ലേ. അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗുരു എപ്പോഴും പറയാറുണ്ട്. ഇവരുടെ വീട്ടിലെ കുറിച്ചും പറയാറുണ്ട്, എപ്പോഴും ശിശുഭൂത്ത് എപ്പോഴും പറയാറുണ്ട്. ഹരിപ്പാട് ആ വീട്ടിൻ്റെ ആ ഒരു സന്യാസി കയറി നിന്നിട്ടുള്ള ഒരു വശം, അത് സൂക്ഷിക്കേണ്ട ഒരു ധർമ്മം അതവരുടെയാണ്. പക്ഷെ അത് എല്ലാവരും അതങ്ങനെ സൂക്ഷിക്കണമെന്ന് പറയണം. എന്തായാലും സാറ് സംസാരിച്ചത് ഞാൻ താമരട്ട് സംസാരിക്കാൻ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രാർത്ഥനാലയത്തിൽ നമ്മളെ ജീവിതത്തിന് ശേഷം നമ്മൾക്ക് എല്ലാവർക്കും തന്നു നിന്ന് നമ്മളുടെ നന്മ ഒരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ മക്കളെ ഇതിന് പ്രാപ്തരാക്കാൻ എല്ലാവർക്കും കഴിയണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരു നമ്മുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാറില്ല. ഉദാഹരണത്തിന് ഒരിക്കൽ ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഈ അച്ഛനും അമ്മയും അവരെ ഒരു കുഞ്ഞുണ്ടായ സമയത്ത് ആ കുഞ്ഞിനെ എല്ലാ ദിവസവും അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അവർ താമസിക്കുന്ന വേറെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം എല്ലാ വെക്കേഷനിലും ഈ അച്ഛനും അമ്മയും മകനെ കൂട്ടി അച്ഛൻ്റെയും അച്ഛമ്മയുടെയും അടുത്തേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി വരുന്ന കുറച്ച് ദിവസം താമസിച്ച് അവിടെ ഒക്കെ കളിക്കൊക്കെ ചെയ്ത് തിരിച്ചു വരും. അങ്ങനെ അതെല്ലാ വർഷവും ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വർഷം ഒരു മകൻ 5 വയസ്സായതിനു ശേഷം ഒരു പ്രാവശ്യം ഈ പയ്യനോട് പറഞ്ഞു, മനെ ഇപ്രാവശ്യം നമുക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് പോകാൻ കഴിയില്ല, കാരണം അച്ഛന് തിരക്കാണ്, അമ്മക്ക് ലീവ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം മകൻ പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ, എനിക്ക് അപ്പൂപ്പനെ കാണണം, അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്രാവശ്യം ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്നെ ഒരു കാര്യം ചെയ്യും, എന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം, ഞാൻ 5 വയസ്സായില്ലേ, 6 വയസ്സ് തുടങ്ങുന്നില്ലേ, അപ്പം നിനക്ക് ഉറപ്പാണോ ഒറ്റയ്ക്ക് പോകാൻ കഴിയുമെന്ന് ചോദിച്ചു. ഒറ്റയ്ക്ക് പോകാൻ കഴിയും, എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ടിക്കറ്റ് എടുത്തു, ട്രെയിൻ ടിക്കറ്റ് എടുത്തു, കൊണ്ടുപോകാൻ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ മകനോട് പറഞ്ഞു, മകനെ എനിക്ക് പരിചയമില്ലാത്ത ഒരു യാത്രയാണ്, അച്ഛനും അമ്മയും കൂടെയില്ല, എന്തെങ്കിലും പ്രശ്നം എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു മോതിരം തരാം, ആ മോതിരത്തിന് ഒരു അടപ്പുണ്ട്, ആ അടപ്പ് തുറന്നു നോക്കിയാൽ മതി, അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അതിലെഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇപ്പോൾ തുറക്കണ്ട, എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടാവുമെങ്കിൽ തുറന്നാൽ മതിയെന്ന്. അങ്ങനെ ഈ കുട്ടി ട്രെയിനിൽ കയറി കുറേ ദൂരെ എത്തി. അപ്പോൾ ഭയങ്കര തിരക്ക്, ആൾക്കാർ വരുന്നു, എന്തൊക്കെയോ. അപ്പോൾ ഈ കുട്ടിക്ക് ആകെ ബേജാറാവാൻ തുടങ്ങി. 2-3 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി, അച്ഛനമ്മയും കാണാഞ്ഞിട്ട് വല്ലാത്ത വിഷമായി. അപ്പോൾ അവസാനം ഇവൻ സഹിക്കവയ്യാതെ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്തു, അച്ഛൻ തന്ന മോതിരം. അപ്പോൾ അത് അടപ്പ് ഊരി നോക്കി, അപ്പോൾ അതിലൊരു ചെറിയ കടലാസ് ഉണ്ടായിരുന്നു.
ആ കടലാസിൽ എഴുതിയിരിക്കുന്നു, മകനെ ഭയപ്പെടേണ്ട, തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഞാനുണ്ട്, അച്ഛൻ എന്ന് അച്ഛൻ. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി, കുട്ടിയുടെ എല്ലാ വിഷമവും മാറി. ഞാനിത് പറഞ്ഞത് ഗുരു അടുത്ത കമ്പാർട്ട്മെൻറ്റിലല്ല, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഗുരുവിനെ കുറ്റം പറയാൻ, അല്ലെങ്കിൽ ദൈവം എനിക്ക് അങ്ങനെ പറഞ്ഞു, ദൈവം ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കൂടെയുണ്ട് ഗുരു. ആ ഗുരുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. ഗുരുവിൻ്റെ കാരണം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ എൻ്റെ സർവസ്വമായ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്ന 2 വാക്ക് സംസാരിക്കുന്നതിന് ദാമോദരേട്ടനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.